എല്ലാവർക്കും മോട്ടൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്യാരറ്റ് കൊണ്ട് ഐസാണ്. ഇത് ഞാൻ വേവിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. വേവിക്കാതെയും ഉണ്ടാക്കാം, പക്ഷേ വേവിച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഇത്രയും ക്യാരറ്റ് ഞാൻ വേവിച്ചിട്ട് വരാം. പിന്നെ അതിനാവശ്യമായ പാല് ഇത് ഞാൻ തിളപ്പിച്ച് ആറ്റി വെച്ചതാണ്. എന്നിട്ട് ഞാനിത് ഫ്രീസറിൽ വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇതപ്പോൾ നമ്മളെ ക്യാരറ്റ് ഞാൻ കുക്കറിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ക്യാരറ്റ് ചിരകി വെച്ചിട്ടുണ്ട്, കുറച്ച് ഞാൻ കഷ്ണം മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്, കുറച്ച് വെള്ളവും അതിന് കൊടുത്ത് ഞാൻ കുറച്ച് പഞ്ചസാര ഇടുന്നുണ്ട്. അപ്പോൾ ആ പഞ്ചസാരയിൽ കുറച്ചിങ്ങനെ അതിലത് നല്ലോണം മുങ്ങി നിൽക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇത് അരയ്ക്കുമ്പോഴത്തേക്കും നല്ല മിൽക്ക് മെയ്ഡിൻ്റെ ആ ഒരു ഇതുണ്ടാവുമല്ലോ, അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടി വരും കേട്ടോ. അത് അരയ്ക്കുമ്പോൾ ഇപ്പോൾ ഇത് വരും ടേസ്റ്റ്. വിചാരിക്കും എന്താ ഈ ക്യാരറ്റ് ഞാൻ ചിരകി വെച്ചിരിക്കുന്നത്, അതിനൊരു പണിയുണ്ട്. അത് ഞാൻ ലാസ്റ്റ് നമുക്ക് എടുത്ത് ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഓക്കെ, ഇത് ഞാനൊന്ന് വേവിച്ച് വരാം കേട്ടോ. അതിൽ നമ്മളെ ക്യാരറ്റ് ഞാൻ തണുപ്പിച്ച്, അതായത് കുക്കറിലിട്ട് വേവിച്ച് തണുപ്പിച്ച് ഞാൻ മിക്സിയിലിട്ട് അടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളെ നേരത്തെ ഫ്രീസറിൽ വെച്ച പാൽക്കട്ടയാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ കട്ട രൂപത്തിലിടുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക, നല്ല തിക്കായിട്ടുണ്ടാവും. അപ്പം ഷെയ്ക്ക് മാതിരി ഉണ്ടതല്ലേ, അതിനാണ് ഞാൻ ഫ്രീസറിലിട്ടത്. ഇത് പാല് തിളപ്പിച്ചാറ്റിയത്. അപ്പോൾ അതും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് പാല്. ഇനി ഞാൻ ബദാം ലേശം തോല് പൊടിച്ച് അത് ഇതിലിടുന്നുണ്ട്. ഏലക്ക പൊടിച്ചത് ലേശം ഫ്ലേവറിന് പഞ്ചസാരയെല്ലാം കൂടി ചേർത്തിട്ട് പൊടിച്ചെടുത്തതാണ്, അത് ചതച്ചെടുത്തതാണ്. അപ്പോൾ അതും കൂടി ഇത് മൊത്തം എടുത്ത് ഞാനൊന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് വരാം. നമ്മളെ ക്യാരറ്റ് ഞാൻ മിക്സിയിലിട്ട് അടിച്ച് വന്നിട്ടുണ്ട്. ഇതിൽ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നേരത്തെ ഞാനത് പറയാൻ വിട്ടുപോയി. അപ്പോൾ പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ക്രീമിയായി വന്നിട്ടുണ്ട്. ഇത് ജ്യൂസ് ഇതാ ഞാൻ ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ്. അതായത് ക്യാരറ്റ് ഞാൻ നേരത്തെ ചിരവി എടുത്തില്ലേ, അതിലേക്ക് ഒഴിക്കുകയാണ് കുറച്ച്. എന്നിട്ട് ഞാൻ കുറച്ച് ബദാം കഷ്ണിച്ചതും കൂടി ഇതിലിടുന്നുണ്ട്. ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂട്ടിയിട്ട് തന്നെ നമ്മളിതാ നന്നായിട്ടൊന്ന് ഇളക്കണം. നല്ലോണം കൂട്ടി ഇതിൽ വേണമെങ്കിൽ മുന്തിരി ആഡ് ചെയ്യാം കേട്ടോ, പക്ഷേ ഇവിടെ അങ്ങനെ മുന്തിരി വലിയ ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഇതിങ്ങനെ കഴിക്കുമ്പോൾ ഈ ബദാം കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ബദാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടത്. ഓക്കെ, ഇനി നമുക്കത് ഐസ് മോൾഡിലേക്കാണ് ഒഴിക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ഐസ് മോൾഡിലേക്ക് ഒഴിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഐസ് ഞാൻ ഫ്രീസറിൽ വെക്കാൻ പോകട്ടെ. ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഫ്രീസറിൽ വെക്കട്ടെ. ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട് നമ്മളെ ക്യാരറ്റ് ഐസ്. അപ്പോൾ ഇത് കിട്ടും നമുക്ക് നോക്കാമെന്ന്. അടിപൊളിയായി വന്നിട്ടുണ്ട്. നല്ലൊരു ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി നല്ല ഐസ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെല്ലാവരും ഉണ്ടാക്കി നോക്കുക. അയൽക്കാലായതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാവും. ഇത് ചൂടത്ത് വരുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും നിങ്ങളടുത്ത് വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യണേ. ഓക്കെ, ബൈ.